അപ്പോൾ നാട്ടിലെ ഒരു കുഞ്ഞു വിശേഷമാണ്. എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയ ഒരു കുഞ്ഞു വ്ളോഗ്. ഒരു ഈവനിങ് ടൈമിലായിരുന്നു, ഒരു 4 മണിക്കോ 5 മണിക്കോ അങ്ങനെ എന്തോ ആണ് പോയത്. അപ്പോൾ ഉള്ള ഒരു കുറച്ച് നടന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമ്മൾക്കറിയാമല്ലോ നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകളും, നമ്മൾ ആ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഒരു 2 ദിവസം വന്ന് നിൽക്കണതും, വെക്കേഷൻ ആകുമ്പോൾ നിൽക്കണതും, അതുപോലെ തന്നെ നമ്മുടെ കസിൻസിൻ്റെ കൂടെ കളിച്ചതും അമ്മയോടെ കൂടി ഇരുന്നതും, അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളാണ്. അപ്പോൾ അമ്മൂമ്മ കുട്ടികളെ കണ്ടിട്ടുള്ള ആ ഒരു അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണേ മിട്ടുവിനോട്. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കറിയില്ല, പ്രത്യേകതര ഫീലിംഗ് ആണ്, അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കും വീഡിയോ ഇടണേ വേണ്ട എന്നുള്ള കുറച്ച് മടികളും ഒക്കെ ഉണ്ടായിരുന്നു. മടികളല്ല, ഒരു നിർത്തണം എന്നുള്ളൊരു തോന്നലടക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ ജ്യൂസ് അമ്മായി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മാങ്ങ ഉണ്ടല്ലോ അല്ലേ, ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അമ്മായി ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഞങ്ങളിതാ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. മിന്നു നോക്കുക കേട്ടോ, ഞാൻ അവിടെ ഫോൺ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അവൾ നോക്കി എന്നെ ചിരിക്കുക. ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു അവിടെ. ഭയങ്കര രസമാട്ടോ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പുറത്തുള്ളവർക്ക് അറിയുമോ നാടിൻ്റെ ഭംഗി എന്നുള്ളത് എനിക്കറിയില്ല സത്യമായിട്ടും. പക്ഷേ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്കറിയാം ബോംബെ ലൈഫ് എന്താ, റൂമിൻ്റെ ഉള്ളിലുള്ള ലൈഫാണ് നമ്മുടെയൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചത് മേമയും അമ്മയും കൂടിയിട്ട് കേട്ടോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെയൊക്കെ, ഇത് മാമയുടെ വീടാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് തൊട്ടടുത്ത് തന്നെ മാമയുടെ വീട്, പിന്നെ മാമയുടെ മോനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഫീലിംഗ് ഭയങ്കര വലുതാണ് കേട്ടോ. എത്രമാത്രം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മുടിയിൽ ഞാൻ റോസ് പൂ ചൂടിയിട്ട് നടക്കുക അവിടെ ഉണ്ടായതാണ് അമ്മായിയുടെ വീട്ടിൽ. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ മിട്ടു ഉണ്ടല്ലോ, അവർ രണ്ടാളും കൂടിയിട്ട് ഓടി കളിക്കട്ടെ, ആരെ ഫസ്റ്റത്തെ പറഞ്ഞിട്ടുള്ള ഓട്ടാണ്. അങ്ങനെ മിട്ടുവിനൊന്ന് ഓടുമ്പോഴേക്കും കിതപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ. അവന് ഓടാൻ വയ്യ, ഓടിയിട്ട് ശീലമില്ലല്ലോ. അപ്പോൾ ഇത്രയ്ക്കുള്ള